Assalamu alaikum. Hello dear students. So in the last class we have discussed about how to find the oxidation number and and also we have learned about what is oxidation, what is reduction, what is oxidizing agent, what is reducing agent, and today we are going to learn about the method of determining the oxidation number. How to find the oxidation number. എങ്ങനെയാണ് oxidation number നമ്മൾ find out ചെയ്യുന്നത്. Okay, so നമുക്ക് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ചില എലമെൻസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ഹൈഡ്രജൻ്റെ +1 ആണ്, ദെൻ പൊട്ടാസ്യം +1, സോഡിയം +1, കാൽസ്യം +2, അലൂമിനിയം +3, ഫ്ലൂറിൻ -1, ക്ലോറിൻ -1, ഓക്സിജൻ -2, ബ്രോമിൻ -1, ദെൻ അയഡിൻ -1. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾസ് അറിയാത്ത സിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ജസ്റ്റ് ടേക്ക് ദ പീരിയോഡിക് ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് ഇസ് ദ എലമെൻറ്റ് ഫോർ ദ സിമ്പിൾസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പീരിയോഡിക് ടേബിൾ എടുത്തിട്ട് അത് നോക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, സോ എലമെൻറ്റ് ഹൈഡ്രജൻ, പൊട്ടാസ്യം, സോഡിയം അതിൻ്റെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൻ്റെ അറ്റോമിക് നമ്പർ അറിയാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓൾസോ. അപ്പോൾ നമ്മളത് പ്രീവിയസ് ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ നമുക്കിനി എങ്ങനെ ഒരു കോമ്പൗണ്ടിൻ്റെ ഓക്സിഡേഷൻ, ഹൗ ഡു യു ഡിറ്റർമിൻ ദ നമ്പർ ഓഫ്, ഇപ്പം ഇഫ് യു കൺസിഡർ H2SO4. സോ വാട്ട് ഈസ് H2SO4? എന്താണ് H2SO4 എന്ന് പറയുന്നത്? സൾഫ്യൂരിക് ആസിഡ്. HCl ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. H2SO4 മീൻസ് സൾഫ്യൂരിക് ആസിഡ് അല്ലേ? ആസിഡുകളുടെ ദ കിങ് ഓഫ് ആസിഡ്. We know that the king of acid is known as sulfuric acid. ആസിഡുകളുടെ രാജാവ് എന്നാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്നത് അല്ലേ? അത്രയും ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പം അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണ്. അതെന്താണ് നമ്മുടെ അത് വളരെ ഇതാണ്. ഓക്കെ, സോ സൾഫ്യൂരിക് ആസിഡ്, ഹിയർ വി ക്യാൻ ഫൈൻഡ് ഔട്ട്. നമ്മൾ ഒറ്റ എലമെൻസിൻ്റെ നമ്മൾ പറഞ്ഞു, ഒറ്റ ആറ്റംസിൻ്റെ എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഹിയർ ഇറ്റ് ഇസ് എ ആസിഡ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആണ് തന്നേക്കുന്നത്. സോ ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ. സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, നമുക്കറിയാം ഹൈഡ്രജൻ്റെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ? ഹൈഡ്രജൻ ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് +1, അല്ലെങ്കിൽ നിങ്ങൾ ആ ടേബിൾ നോക്കിയിട്ട് ബൈ ഹാർട്ട് ചെയ്താലും മതി. സോ for hydrogen the oxidation number is +1 അല്ലേ? ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1 ആണ്. ആൻഡ് ഓക്സിജൻ ഇറ്റ് ഈസ് -2 അല്ലേ? -2 ആണ്. നമുക്കറിയാം ഇതിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ എന്താണ്? വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? 8. സോ 26 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? എന്താണ് ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി ഇറ്റ് റിസീവ് 2 ഇലക്ട്രോൺസ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആയിട്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ ഹൈഡ്രജനെ നമുക്ക് +1 ആണെന്നറിയാം, ആൻഡ് ഓക്സിജനെ -2 ആണെന്നറിയാം. ഓക്കെ, നമുക്കപ്പം അറിഞ്ഞൂടാത്തതിനെ നമുക്ക് എന്തെടുക്കാം? ഇൻ മാത്സ് വി ടേക്ക് എക്സ് അല്ലേ? നമ്മൾ അറിഞ്ഞൂടാത്തതിൻ്റെ വാല്യൂസൊക്കെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കാറുണ്ട്. ലൈക്ക് ദിസ് ഹിയർ ഓൾസോ വി ക്യാൻ ടേക്ക് ദ വാല്യൂ ഓഫ് എസ് ആസ് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് +1 എന്ന് പറയുമ്പം നമ്മൾ ഈ +1ൻ്റെ കൂടെ ഇതും കൂടെ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഹൈഡ്രജൻ 2 ആയി, അതായത് 1 × 2. നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, അതുകൊണ്ട് 1 × 2. ദെൻ എക്സിൻ്റെ സൾഫറിൻ്റെ അറിഞ്ഞൂടെ എക്സ്. സോ ഇവിടെ ഓക്സിജൻ്റെ എത്ര? -2. ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. സോ -2 അതിൻ്റെ താഴെയായിട്ടൊരു 4 ഉണ്ട്, അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. -2 × 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഓക്കെ, സോ ഹിയർ 1 × 2 2, എക്സ് അറിയില്ല, എക്സ് അതുപോലെ ഇടുക. -2 × 4 ദാറ്റ് ഇസ് -8 അല്ലേ? -2 × 4 എന്ന് പറഞ്ഞാൽ -8 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2. ആൻഡ് 2ഉം 8ഉം അല്ലേ? പ്ലസും മൈനസും വന്നാൽ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ മൈനസ് ചെയ്യുക. അപ്പം എന്തായിട്ട് മാറുന്നു? x -6 ആയിട്ട് മാറുന്നു അല്ലേ? അതായത് പ്ലസും മൈനസും വന്നാൽ നമ്മൾ മൈനസ് ചെയ്തിട്ട് ഏതിനാണോ വലുതിൻ്റെ ചിഹ്നം, ഹിയർ 8 ഈസ് ഗ്രേറ്റർ, സോ ഇറ്റ് സൈൻ ഈസ് മൈനസ്. അതുകൊണ്ട് തന്നെ നമ്മൾ x -6 എന്നാണ് വരുന്നത്. 2ഉം 8ഉം കൂടെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 2 -8 എന്നല്ലേ? ചെറുതിൽ നിന്ന് നമ്മൾ വലുതാണ് കുറയ്ക്കുന്നത്. സോ ഹിയർ ദ 6 become -6. x -6 is equal to 0. ദാറ്റ് നമ്മൾ ഈ സമത്തിന് ഇപ്പുറം കൊണ്ടുപോവാം. ഓക്കെ, ഈക്വൽ സൈൻ ഇപ്പുറം കൊണ്ടുപോകുമ്പം ഇറ്റ് ബിക്കം -6 become +6. സോ സൾഫറിൻ്റെ എത്ര ആയിട്ട് മാറി? 6 ആയിട്ട് മാറി. സോ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഈസ് ബിക്കം +6 അല്ലേ? സോ ഇൻ ദിസ് വേ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ
കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കൂട്ടാനും you know how to add and how to subtract. So ഇതറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ you can easily find out. Then we can check another example. നമുക്ക് അടുത്തൊരു വേറൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. Here KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ്. KMnO4 എന്ന് പറയുന്നത് എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. നിങ്ങളുടെ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് പൊട്ടാസ്യത്തിൻ്റെയൊക്കെ എത്രയാണെന്ന് കിട്ടും. സോ ദ പൊട്ടാസ്യം, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് പൊട്ടാസ്യം ഈസ് +1. നിങ്ങളുടെ ടേബിളിലുണ്ട്. ടേബിൾ 3.13 13ൽ നിങ്ങൾക്ക് ആ ടേബിൾ കാണാൻ പറ്റും. അപ്പോൾ ടേബിളിൽ ഓരോന്നിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. പൊട്ടാസ്യത്തിൻ്റെ +1 ആണ്, അല്ലെങ്കിൽ 19 ആണ് ഓക്സിഡേഷൻ അറ്റോമിക് നമ്പർ. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഹിയർ ദ ഓക്സിഡേഷൻ നമ്പർ +1. ഓക്സിജനെ നമുക്കറിയാം -2. മാംഗനീസിൻ്റെ അറിയില്ല. സോ വി ഗീവ് ദാറ്റ് വാല്യൂ X. ഓക്കെ, X എന്ന് പറയുന്നു. ഇപ്പോൾ +1 പൊട്ടാസ്യത്തിന് താഴെയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ +1 തന്നെയാണ് അല്ലേ. 1 +1 എന്ന് എഴുതേണ്ട, 1 എന്ന് എഴുതിയത്. 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അത് എന്താണ്, അത് +1 ആണെന്ന് അറിയാം. 1 ആൻഡ് എക്സിൻ്റെ അറിയില്ല, സോറി മാംഗനീസിൻ്റെ അറിയില്ല. വി ഡോണ്ട് നോ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ്. അതുകൊണ്ട് തന്നെ X എന്ന് കൊടുക്കുന്നു. ദെൻ ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ്റെത് അപ്പം നമ്മൾ -2 ഉണ്ട്. -2 × 4 -2 × 4 എന്നുള്ളതാണ്. ഓക്കെ, -2 × 4 ഹിയർ ഈസ് ഈക്വൽ ടു 0. അപ്പം +1 അതുപോലെ, X അതുപോലെ. -2 × 4 എത്രയാണ്? -8 ഈസ് ഈക്വൽ ടു 0. അപ്പം എത്ര വരുന്നു? X -7 അല്ലേ. X -7 എന്നാണ് വരുന്നത്, കാരണം +1 ഉം -8 ആണ്. സോ X -7 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. X is equal to -7 ഇപ്പുറം പോകുമ്പോൾ +7. ദാറ്റ് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ്. X ഏതായിരുന്നു? മാംഗനീസ് ആയിരുന്നു അല്ലേ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഈസ് +7. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇസ് വാട്ട്? +7. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ അതിൻ്റെ മാംഗനീസ് ഓക്സൈഡിൻ്റെയൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദാറ്റ്. സോ ഇൻ ദിസ് വേ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഓക്സിഡേഷൻ നമ്പർ ഏതിൻ്റെ ആണോ അതിൻ്റെ എന്ത് ചെയ്യുക? X ആയിട്ട് എടുക്കുക. അറിയുന്നതിൻ്റെ നമ്മൾ താഴെയും നമ്പർ ഉണ്ടെങ്കിൽ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം അയൺ 2+ എന്നൊക്കെ തന്നിരുന്ന ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +2 ആണ്. അതുപോലെ തന്നെ അയൺ 3+ എന്ന് പറഞ്ഞാൽ എന്താണ്? +3 ആണ് ഓക്സിഡേഷൻ നമ്പർ. സോ ഇൻ ദിസ് വേ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെയൊക്കെ ഈസി മെത്തേഡിൽ തന്നെ തരും. ഇപ്പോൾ അയൺ 2+ എന്നിട്ട് ചോദിക്കും വാട്ട് ഈസ് ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ. ഈസി ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ +2 ആണെന്നുള്ളത്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റിഡോക്സ് റിയാക്ഷൻ മീൻസ് ദ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഇൻ എ റിയാക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന ഒരു എന്താണ്? ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ അതിനെ എന്താണ് നമ്മൾ പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ. ഹിയർ ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ്ലി നടക്കുന്ന പ്രോസസ്സാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so in a chemical reaction there happens the oxidation and reduction occurs, then it is called a redox reaction. അപ്പോൾ നമുക്ക് we can consider an example H2+ Cl2. ഹൈഡ്രജനും ക്ലോറിനും അല്ലേ, ഹൈഡ്രജൻ ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു? HCl അല്ലേ, 2HCl. 2 നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണ്? ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഹൈഡ്രജൻ ഓക്സിഡേഷനും ക്ലോറിൻ എന്താണ് നടക്കുന്നത്? റിഡക്ഷനുമാണ് നടക്കുന്നത്. ഹിയർ ദ 2 റിയാക്ഷൻസ് ഒക്കേഴ്സ് അറ്റ് ദ സെയിം ടൈം, സൈമൾട്ടേനിയസ്ലി 2 റിയാക്ഷൻസും നടക്കുന്നു. ആൻഡ് ഹിയർ ദ ഹൈഡ്രജൻ ബിക്കം +1 ആൻഡ് ക്ലോറിൻ ബിക്കം -1. സോ ഹിയർ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ redox reaction. That is, here the oxidation and reduction process takes place simultaneously. ഒരുമിച്ച് തന്നെ നടക്കുന്നു. അതായത് ഇവിടെ ഹൈഡ്രജൻ്റെ +1 ഉം ക്ലോറിൻ്റെ -1 ആയിട്ട് മാറുന്നുണ്ട്. അതായത് ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്, റിഡക്ഷനും സംഭവിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ what? This is an example for റിഡോക്സ് റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഇതെന്ന് പറയുന്നത്. ഹിയർ ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി, ഹെൻസ് ദീസ് 2 റിയാക്ഷൻസ് ടുഗെദർ ആർ നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഈ 2 റിയാക്ഷൻസിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻസ് എന്നുള്ളത്. പിന്നീട് നമ്മൾ വേറെ എക്സാമ്പിൾസ് ഉണ്ട്. Mg magnesium plus fluorine gives
MgF2 അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് അല്ലേ, സോഡിയം ലോസസ് 1 electrons and chlorine accept 1 electron. There is oxidation and reduction takes place simultaneously and that process is called a redox reaction. അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് redox reaction എന്ന് പറയുന്നത്. And in the next class we will learn about the rate of chemical reactions. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അത് വളരെ ഈസി ആണ്, കുറേ എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. ആൻഡ് ഇൻ ദിസ് ക്ലാസ് we have discussed about what we have discussed about how to find the oxidation method of determining the oxidation number. In the next class we will meet. Now we can wind up. Thank you. Assalamu alaikum.